ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര സൗത്ത് ആൻഡ് ഓൺ സീയിലേക്കാണ്. ഞാൻ ഷെൻഫീൽഡ് വരെ ട്യൂബിലും അവിടുന്ന് നമ്മുടെ സൗത്ത് ആൻഡ് ഓൺ സീയിലേക്ക് ട്രെയിൻ വഴിയുമാണ് എത്തിയത്. സൗത്ത് ആൻഡ് വിക്ടോറിയ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ ഇടനാഴിയുണ്ട്. അതുവഴി നേരെ അങ്ങ് വെച്ച് പിടിച്ചാൽ നമുക്ക് സൗത്ത് ആൻഡ് ഓൺ സീയിൽ സുഖമായിട്ട് എത്തിച്ചേരാം. പോകുന്ന വഴി രണ്ട് സൈഡിലും നിറയെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പ്രൈമാർക്ക് വരെ ഉണ്ട്. ഞാൻ ഇത്രയും ഷോപ്പൊന്നും പ്രതീക്ഷിച്ചില്ല. അടുത്ത് തന്നെ വഗമാമ റെസ്റ്റോറൻറ്റും ഉണ്ട്. ഞാൻ ഷോപ്പുകളൊക്കെ അങ്ങ് നോക്കി നടന്ന് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ അങ്ങ് എത്തി. ദി സൗത്ത് ആൻഡ് ഓൺ സീ. ഒരു ഇടനാഴിയിലൂടെയൊക്കെ നടന്ന് ഒരു സുന്ദരമായ ദൃശ്യത്തിലേക്ക് ചെന്നിറങ്ങുന്നത് ഒരു ഡ്രീമി ഫീലിംഗ് ആണല്ലേ. ഈ കാണുന്ന ഗോപുരം സത്യത്തിലൊരു ലിഫ്റ്റാണ് താഴെ ബീച്ചിലേക്ക് എത്താൻ. കൂടാതെ നല്ല പിക്സും ഇവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ബീച്ചിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിമനോഹരമായ സൗത്ത് ആൻഡ് ഓൺ സീ. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് വ്യൂ അല്ലേ? അതെ, ഇവിടെ നമുക്ക് ചെറിയൊരു മരപ്പാലത്തിലൂടെ നടന്നുപോയി കടലിലെ നടുക്കെത്താൻ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുഞ്ഞു ട്രെയിനും അവൈലബിൾ ആണ്. പിന്നെ ഇത്രയും നല്ല സീനിയറിലൊക്കെ വന്നിട്ട് റീൽസ് ഒന്നും എടുക്കാതെ ഞാൻ പോകാൻ ഒരു വഴിയില്ലല്ലോ. അതങ്ങനെയാണല്ലോ അല്ലേ? പിന്നെ സുഹൃത്തുക്കളെ, ഇങ്ങോട്ട് എളുപ്പത്തിലെത്താനുള്ള വഴി ഞാൻ വന്നതല്ല. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ലണ്ടനിലുള്ളവർ അപ്മിനിസ്റ്ററിലേക്കാണ് ട്യൂബ് എടുക്കേണ്ടത്. അവിടുന്ന് സൗത്ത് ആൻഡ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് വെറും 7.90 പൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.